ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. ഇപ്പോൾ വീടിൻ്റെ ഒരു ചെറിയ റിനോവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം എടുത്തതുകൊണ്ടാണ് ഇപ്പോഴും ഫുള്ളായിട്ടില്ല കേട്ടോ. ഞാൻ ഏകദേശം പണി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴും ഇനി ഇതിൻ്റെ പണി ബാക്കിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും കബോർഡിൻ്റെ ഡോർ വെക്കലും അങ്ങനത്തെയൊക്കെ ചെറിയ ഗ്ലാസിൻ്റെ ഡോർ വെക്കുന്ന പണിയോ അതൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ കിച്ചൺ. പിന്നെ അതൊരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ഞാൻ മാറ്റി ട്ടോ. ആദ്യം വേറൊരു മരത്തിൻ്റെ കബോർഡും അങ്ങനത്തൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തേത് UPVC അങ്ങനെ മാറ്റിയെടുത്തതാണത്. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ളൊരു വർക്ക് ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ പണിയും അതുപോലെ വീടിൻ്റെ പണിയും ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ചൊരു പണീൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത്. ഒരു മാസത്തിൻ്റെ മേലായി വീഡിയോസ് ഇട്ടിട്ട് ട്ടോ. അപ്പോൾ ദാ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോണത് ബീഫ് വെച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രഷാണ് കേട്ടോ. നമുക്ക് പെരുന്നാളിന് കിട്ടിയ ളുഹാൻ്റെ ബീഫ് എന്നറിയില്ല അതാണിത്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് 3, 4 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ടതാണ്. എന്നാലും ഇങ്ങനെ ഇതാവുമല്ലോ. അപ്പോൾ നമുക്കൊരു 5, 8 പ്രാവശ്യം ഇത് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ വർക്ക് ഏരിയയിൽ സിങ്കിൽ നമുക്ക് നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ ഈ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയുന്നുള്ള. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ പറമ്പിൽ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുക, കുഴിച്ചിടും. പക്ഷേ മഴക്കാലം വരുന്ന സമയത്ത് ഇറങ്ങാനൊക്കെ പണിയായതുകൊണ്ട് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ച് വെച്ചൊരു സാധനമാണ് കേട്ടോ. ഇതൊരു പരസ്യമൊന്നുമല്ല, ഞാൻ വെച്ചത് കാണിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ ദാ എല്ലാ വേസ്റ്റും ഒന്നും നമുക്ക് വേർതിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഫുഡിൻ്റെ എല്ലാ വേസ്റ്റും എല്ലാണെങ്കിലും മുള്ളാണെങ്കിലും പച്ചക്കറിൻ്റെതാണെങ്കിലും എല്ലാം കംപ്ലീറ്റ് പോകും കേട്ടോ. ഫ്രാങ്കിൻ്റെ ഇതാണ് ഞാൻ വെച്ചത്. അപ്പോൾ അത് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പൈപ്പ് തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഭയങ്കര ഒരു ഇതാണ് ഇട്ടത്. ഈ ഒരു ഇത് സമാധാനം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അത്രയും വലിയൊരു സമാധാനമുള്ളൊരു സംഭവമാണിത്. നാട്ടിൽ വന്നാൽ വേസ്റ്റ് എന്താക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ് നമ്മൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുപോയി ഇടലും എല്ലാം ഒരു പ്രശ്നമാണ്. അതുപോലെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ചെറിയ പ്രാണികളില്ലേ, അണുങ്ങ് എന്ന് പറയുന്നത് അത്, അതുപോലെ തന്നെ ഈച്ച അതൊക്കെ കൂടുന്ന സമയമല്ലേ. അപ്പോൾ നല്ല സുഖമാണ്. ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ജ്യൂസ് അടിച്ചിട്ട് നമ്മളെ വേസ്റ്റ് ടാങ്കിലേക്ക് പോവുകയാണ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് വേസ്റ്റ് ടാങ്ക് നിറയുമെന്നൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാവിയിലേക്കുള്ളത് എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം വെള്ളം ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് അത് അടിഞ്ഞ് ജ്യൂസായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോളും. നല്ല വൃത്തിയാണ്. അതുപോലെ തന്നെ ഒന്നും നോക്കണ്ടില്ല. നമുക്ക് ആ ഒരു വേസ്റ്റും കൊണ്ട് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ സിങ്കിൻ്റെ അടുത്ത് നമ്മളെപ്പോഴും ഒരു പാത്രത്തിൽ നിറച്ച് വെക്കൂലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇത് സിങ്ക് അതിനോട് കൂടി വരുന്നതാണ് കേട്ടോ ഈ ഒരു പാത്രം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബീഫ് വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ബീഫിലേക്കുള്ള വെല്ലുള്ളിയൊക്കെ അതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 വലിയ സൈസുള്ള വെല്ലുള്ളിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു 2 അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില എടുത്തിന്. അതുപോലെ തന്നെ ഒരു 4, 5 പച്ചമുളകും. ഈ പച്ചമുളക് പിന്നെ തീരെ എരിവില്ല കേട്ടോ. ഉണ്ട പച്ചമുളകാണെങ്കിൽ കുറച്ചും കൂടെ എരിവുണ്ടാവും. ഇത് തീരെ എരിവില്ലാത്തൊരു മുളകാണ്. ഇനിയിപ്പോൾ നമ്മളൊരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളത് ഒഴിക്കാം. ഇവിടെ വെളിച്ചെണ്ണ ആണ് എടുക്കുന്നത്. ഒരു 3, 4 ടേബിൾ സ്പൂൺ. ഒരു 3 മതിയാവും കേട്ടോ. കാരണം ബീഫിൽ തന്നെ ഓൾറെഡി കുറേ ബീഫിലെ വേസ്റ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ട്, ഫാറ്റ്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊരു സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഒരുപാടങ്ങ് വാടി ഇതിൻ്റെ കളറൊന്നും മാറുന്ന വരെ ചെയ്യേണ്ടിയില്ല. നമ്മൾ കുക്കർ മൂടിയിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് ബീഫിലേക്കുള്ളത് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും നേരത്തെ ഞാൻ കാണിച്ച പച്ചമുളക് പിന്നെ കുറച്ച് കരിവേപ്പിലയും അത് 3 കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞതാവണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റ് അങ്ങ് മാറി ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരും. ആ ഒരു രീതിയിലാകണ വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കുക്കിംഗ് ആണ്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു 2, 3 മിനിറ്റ് നേരം നന്നായിട്ട് ഇതിനൊന്ന് വാട്ടിയെടുക്കുക. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാക്കറ്റ് ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ വാങ്ങിക്കാനും കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ. അത് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിവിടെ മുളക് വളരെ കുറവാണ് ചേർക്കൽ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ടീസ്പൂണാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടി തന്നെയാണ്.
ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് വലുതാണ്, അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഗരം മസാല ആണ് കേട്ടോ. അത് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത്. ഇത്രയേ ഉള്ളൂ പൊടികളുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് പൊടികൾ കരിഞ്ഞു പോവാണ്ട് തീ ചെറുതാക്കി വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ ഒരു പൊടികളൊരു മണം വരും കേട്ടോ, നല്ലൊരു സ്മെല്ല് വരുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ബീഫ് എല്ലോട് കൂടിയുള്ള ബീഫാണ്, നല്ല ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൽ വെള്ളം ചേർക്കാണ്ട് ഈ ഒരു മസാല കിടന്ന് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ബീഫൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ തീരെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് വിറകടുപ്പിൽ ചെയ്യുകയാണെങ്കിലും നല്ല തന്നെയാണ്. അത് വിറകടുപ്പിലാകുമ്പം എന്താ പറയുക, 1 മണിക്കൂറൊക്കെ നേരം നമ്മളിത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ബീഫിലേക്ക് വേണ്ടി ആ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്, ഇപ്പം ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഒരു 8 വിസിൽ അല്ലെങ്കിൽ ഒരു 10 വിസിലൊക്കെ വേണ്ടി വരും. സമയം നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അത് വേവണ നേരം കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് പൂരിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ആണെങ്കിൽ ഇവിടെ ലിയാന കഴിക്കില്ല, അപ്പോൾ പിന്നെ പൂരി ആക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ആണ് എടുത്തത് കേട്ടോ. ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് പൂരിക്കൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലൊരു സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് സാധാ നമ്മളെ പച്ചവെള്ളം ചേർത്തിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അവിടെ ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇതുണ്ട് കേട്ടോ, കിച്ചൺ മെഷീൻ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ പിന്നെ അതില്ല. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൂരിക്കാകുമ്പോൾ എപ്പോഴും കുറച്ച് ഹാർഡായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്ത മാവാണത്. അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാനിതാ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി തന്നെയാണ് ഇട്ടത് കേട്ടോ, മൈദപ്പൊടി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അധികം തടിയില്ല, എന്നാൽ നല്ല നേരിയതാവുകയും ചെയ്യാത്ത രീതിയിൽ കേട്ടോ. ചെറിയൊരു കട്ടി ഉണ്ടാവണം, എന്നാൽ വല്ലാണ്ടങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല. ഞാനിപ്പോൾ എണ്ണയും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മളത് പരത്തിയെടുത്തത്. ഇനിയിപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊള്ളി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഇടാം. കാരണം വീട്ടിൽ ഫുള്ള് പണിക്കാരും വർക്കും എല്ലാം ആയിട്ട് ഫുള്ള് ബിസിയാണ്. അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വീഡിയോന് വെയിറ്റ് ചെയ്യണം, എന്താ വരാത്തത്, എവിടെ പോയി, എന്താണെന്നൊക്കെ ചോദിക്കലുണ്ട്. ചോദിച്ച ആൾക്കാരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങളെ എന്നെ അന്വേഷിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ല. നിങ്ങൾ മറന്നിട്ടില്ല എന്നുള്ള ആ ഒരു ഇതാണത്. അപ്പം കുറച്ച് ആൾക്കാരെങ്കിൽ കുറച്ച് ആൾക്കാർ ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ പൂരിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നാണ്. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമ്മളെ കുക്കറിലുള്ള ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂരിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാണ്. അപ്പോൾ പൂരി ഇവിടെ സെറ്റായി. അതേപോലെ തന്നെ നമ്മളെ ബീഫിന് തുറന്ന് നോക്കാം. ബീഫിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷം അത് തുറക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് വേവിച്ചെടുത്തതാണ്. ബീഫിൽ നിന്ന് വരുന്ന ഒരു കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തോളും. നല്ല കുറുകിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ആണത്. ഇവിടെ എൻ്റെ മക്കളെ ഏറ്റവും ഫേവററ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആച്ചിൻ്റെയൊക്കെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ചട്ടിയിൽ ഇട്ട് പൊരിച്ച് ഒന്നും കൂടെ വറ്റിക്കണമെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം. പക്ഷേ ഇത് ചൂടാറുന്നതിനനുസരിച്ച് ഇനിയും കട്ടി കൂടി വരും കേട്ടോ, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇനി അങ്ങനെ പൊരിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. ചില സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ, കല്ലിൻ്റെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഈ ഒരു കറി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല, ഓൾറെഡി നല്ല കട്ടി തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിലേക്ക് എണ്ണയും ചേർക്കേണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ആക്കിയെടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈയും അതും നമ്മളെ പെരുന്നാളിന് കിട്ടുന്ന ബീഫാകുന്നേരം ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ. അതാ ബീഫ് ഫ്രൈയും ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൂരിയാണ്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ശരി, അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.